Okay, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റീസൺ ഫോർ ദ ഡിക്രീസ് ഇൻ ദ യൂസ് ഓഫ് സ്റ്റോൺസ് ആസ് ബിൽഡിംഗ് മെറ്റീരിയൽ? A. Steel and RCC are more durable. B. Strength of stones cannot be rationally analyzed. C. Stones are not conventionally available in plains. D. All options are correct. Okay, അപ്പോൾ സ്റ്റോണിനെ പറ്റിയുള്ള ഒരു കൺസിഡറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ജനറലി നമ്മൾ സ്റ്റോണിന്റെ കൺസിഡറേഷൻ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. അതിന്റെ റീസൺ എന്താണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോണിനെ പറ്റി നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് റോക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ റോക്കിൽ നിന്നാണ് നമുക്ക് സ്റ്റോൺ ഡിറൈവ് ആവുന്നത്. ഓക്കെ, അപ്പോൾ റോക്കിൽ നിന്ന് ഞാനിപ്പോൾ 3 സ്റ്റോൺ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 3 സ്റ്റോൺ ഡിറൈവ് ചെയ്യണം. ഓക്കെ, ഇതിൽ നിന്ന് 3 സ്റ്റോൺ ഞാൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പേരന്റ് റോക്കാണ്. ഓക്കെ, ഇത് നമ്മുടെ പേരന്റ് റോക്കാണ്. പേരന്റ് റോക്കിൽ നിന്ന് ഞാൻ 3 സ്റ്റോൺ ഡിറൈവ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ലെവൽസിലാണ് ഞാൻ 3 സ്റ്റോൺസ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ മിനറൽ കമ്പോസിഷൻ വേറെ ആയിരിക്കും, ഈ പോയിന്റിൽ മിനറൽ കമ്പോസിഷൻ വേറെ ആയിരിക്കും, ഈ പോയിന്റിൽ മിനറൽ കമ്പോസിഷൻ വേറെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സെയിം പേരന്റ് റോക്കിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് വിത്ത് ഇൻക്രീസ് ഇൻ ലെവൽ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ലെവൽ നമുക്ക് മിനറൽ കമ്പോസിഷൻ വേരി ആയിട്ടായിരിക്കും കിട്ടുന്നത്. മിനറൽ കമ്പോസിഷൻ വേരി ആകും എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, മിനറൽ കമ്പോസിഷൻ ഒരു പേരന്റ് റോക്കിന്റെ തന്നെ ആണെങ്കിൽ 3 സ്റ്റോൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ മിനറൽ കമ്പോസിഷൻ വേറെ വേറെ ആയിരിക്കും. അപ്പോൾ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 3 സ്റ്റോൺസിന്റെയും സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസും വേരി ചെയ്യും. മൂന്ന് സ്റ്റോൺസിന്റെ മിനറൽ കമ്പോസിഷൻ വേറെ ആണെങ്കിൽ സ്ട്രെങ്ത് ആൻഡ് പ്രോപ്പർട്ടീസും വേരി ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? നമുക്ക് സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്യാം. സ്ട്രെങ്ത് ഓഫ് സ്റ്റോൺ കനോട്ട് ബി റാഷണലി അനലൈസ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് സ്റ്റോൺസ് കനോട്ട് ബി റാഷണലി അനലൈസ്. നമുക്ക് ജനറലി നമുക്ക് റാഷണലി അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റോൺസ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൂടെ നോക്കാം. സ്റ്റീൽ ആൻഡ് RCC ആർ മോർ ഡ്യൂറബിൾ. ഓക്കെ, സ്റ്റീൽ ആൻഡ് RCC ആർ മോർ ഡ്യൂറബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ജസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 5 വർഷം അല്ലെങ്കിൽ 3 വർഷം കൺസ്ട്രക്ട് ചെയ്ത് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ബ്രിഡ്ജ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഏത് വേണമെങ്കിലും എടുത്താൽ മതി. ഓക്കെ, അപ്പം RCC അല്ലെങ്കിൽ സ്റ്റീൽ വെച്ച് കൺസ്ട്രക്ട് ചെയ്ത എന്തെങ്കിലും ഒരു സ്ട്രക്ചർ നമുക്ക് എടുക്കാം. ഓക്കെ, അതിൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് എന്താണ് അതിൽ ക്രാക്സ് കാണാൻ പറ്റും. ഓക്കെ, അതിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ക്രാക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1000 ഇയേഴ്സ് പഴയത് നമുക്ക് മെഷീനറി അല്ലെങ്കിൽ സ്റ്റോൺ മെഷീനറിയുടെ ഒരു മോണ്യുമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു ക്രാക്ക് പോലും കാണത്തില്ല. ഓക്കെ, സ്റ്റോൺ മെഷീനറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ക്രാക്ക് പോലും നിങ്ങൾക്ക് കാണത്തില്ല. 1000 ഇയേഴ്സ് കൊണ്ട് നിലനിൽക്കുന്ന സ്ട്രക്ചേഴ്സിൽ ചെറിയ ക്രാക്ക് പോലും കാണത്തില്ല. അത് വെച്ച് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും എന്താണ് സ്റ്റോൺ മെഷീനറി അല്ലെങ്കിൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് RCCയും അതേപോലെ സ്റ്റീലിനെ കാട്ടിലും മോർ ഡ്യൂറബിൾ ആണ്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സ്ട്രെങ്ത് ഓഫ് സ്റ്റോൺസ് കനോട്ട് ബി റാഷണലി അനലൈസ്ഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വാർട്സൈറ്റ് ഈസ് എ സാൻഡി റോക്ക്. ബി സിലീഷ്യസ് റോക്ക്. സി ഓർഗാനിക് റോക്ക്. ഡി കാൽക്കരീഷ്യസ് റോക്ക്. അതാണ് നമ്മുടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ക്വാർട്സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്വാർട്സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് മെറ്റമോർഫിക് റോക്ക് ആണ്. ഓക്കെ, ക്വാർട്സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റമോർഫിക് റോക്ക് ആണ്. ഓക്കെ, അപ്പം മെറ്റമോർഫിസം ഓഫ് സാൻഡ്സ്റ്റോൺ. ഓക്കെ, സാൻഡ്സ്റ്റോണിന്റെ മെറ്റമോർഫിസത്തിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്വാർട്സൈറ്റ് കിട്ടുന്നത്. അപ്പോൾ സാൻഡ്സ്റ്റോൺ എന്ന് പറയുമ്പോൾ എന്താണ് അതിലുള്ള അടങ്ങിയിട്ടുള്ളത്? എക്സസ് ഓഫ് സിലിക്കയാണുള്ളത്. ഓക്കെ, എക്സസ് ഓഫ് സിലിക്കയാണ് നമ്മുടെ സാൻഡ്സ്റ്റോണിലുള്ളത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? സിലീഷ്യസ് റോക്കാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വാർട്സൈറ്റ് എന്ന് പറയുമ്പോൾ മെറ്റമോർഫിക് റോക്കാണ്. അത് നമുക്ക് എന്തിനും മെറ്റമോർഫിസിൽ നമുക്ക് കിട്ടുന്നത് സാൻഡ്സ്റ്റോണിന്റെ ആണ്. അപ്പോൾ സാൻഡ്സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഇതാണ് എക്സസ് ഓഫ് സിലിക്കയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? സിലീഷ്യസ് റോക്ക് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ആൻസർ ഇതാണ്. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the one which is not used in curing. A. Gunpowder. B. Gun cotton. C. Marble powder. D. Dynamite. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് ഏതാണ് നമ്മൾ എന്താണ് ക്യൂറിംഗിൽ നമ്മൾ യൂസ് ചെയ്യാത്ത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്യൂറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് സ്റ്റോൺ ഫ്രം റോക്ക്. അപ്പോൾ ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ഓക്കെ, റോക്സിൽ നിന്ന് നമുക്ക് എന്താണ് സ്റ്റോൺ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് സ്റ്റോൺസ് ഫ്രം റോക്ക് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പ്രോസസ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുന്ന നമ്പർ ഓഫ് പ്രോസസ് നമുക്ക് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഡിഗ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ കുറേ പ്രോസസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ പ്രസന്റ്ലി നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ ഇതാണ്, ബ്ലാസ്റ്റിംഗ് ആണ്. ഓക്കെ, ബ്ലാസ്റ്റിംഗ് വഴിയാണ് നമ്മൾ ക്വയറിംഗ് ചെയ്യുമ്പോൾ. ബ്ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പ്ലോസീവ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ബ്ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പ്ലോസീവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ്? ഗൺ പൗഡർ. ഓക്കെ, ഗൺ പൗഡർ എക്സ്പ്ലോസീവ് ആണ്. ഓക്കെ, അതേപോലെ ഗൺ കോട്ടൺ എക്സ്പ്ലോസീവ് ആണ്.
ഡൈനമൈറ്റ് ഇതും എക്സ്പ്ലോസീവ് ആണ്. ഏതാണ് എക്സ്പ്ലോസീവ് അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് ക്യൂറിംഗിൽ യൂസ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതായിരിക്കും, മാർബിൾ പൗഡർ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഏതാണ് നമ്മൾ ക്യൂറിംഗിന് യൂസ് ചെയ്യാത്തത്? മാർബിൾ പൗഡർ ആണ് നമ്മൾ ക്യൂറിംഗിന് യൂസ് ചെയ്യാത്തത്. ബാക്കിയെല്ലാം എക്സ്പ്ലോസീവ് ആണ്, ബാക്കിയെല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട് ഫോർ ക്യൂറിംഗ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ലേറ്റ് ആൻഡ് മാർബിൾ സ്റ്റോൺ ബിലോങ് ടു, സ്ലേറ്റ് ആൻഡ് മാർബിൾ സ്റ്റോൺ ഏതിലാണ് ബിലോങ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്? ബിലോങ് ടു ഇഗ്നിയസ് റോക്ക്, ബി മെറ്റമോർഫിക് റോക്ക്, സി സെഡിമെന്ററി റോക്ക്, ഡി ഫോളിയേറ്റഡ് റോക്ക്. ഓക്കെ, അപ്പം സ്ലേറ്റ് ആൻഡ് മാർബിൾ അപ്പോൾ ഓൾറെഡി നമുക്കറിയാം, മാർബിൾ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? മെറ്റമോർഫിക് റോക്ക് എന്ന്. അത് വെച്ച് തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റും, എം ഫോർ മാർബിൾ, എം ഫോർ മെറ്റമോർഫിക്. ഓക്കെ, അപ്പോൾ സ്ലേറ്റ് ആൻഡ് മാർബിൾ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? മെറ്റമോർഫിക് റോക്ക് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സ്ലേറ്റ് ആൻഡ് മാർബിൾ ബിലോങ്സ് ടു മെറ്റമോർഫിക് റോക്ക്. Okay, next question. And then next question. In stone masonry, stones are placed in position such that natural bedding plane is already നമ്മൾ നോക്കിയതാണ്. Okay, natural bedding plane is normal to the direction of the pressure they carry, parallel to the direction of pressure they carry, at 45 degree to the direction of pressure they carry, at 60 degree to the direction of pressure they carry. Obviously നമ്മൾ നോക്കിയതാണ്. നമ്മൾ ബെഡിങ് പ്ലെയിൻ ഇതാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബെഡിങ് പ്ലെയിൻ ഇതാണെങ്കിൽ നമ്മൾ അതിൻ്റെ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ 90 ഡിഗ്രിയിലാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ 90 ഡിഗ്രിയിലാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് ഫോർ ദ ബെസ്റ്റ് സ്ട്രക്ചർ അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ഉള്ള ആൻസർ. എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രഷർ ദേ ക്യാരി. ക്ലിയർ ആണല്ലോ? ഓക്കെ,